നമസ്കാരം. അന്തരിച്ച നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ലെന്ന ചിലർ വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും ബഹുമാനിച്ചില്ലല്ലോ എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ വിമർശനം. ഇപ്പോൾ ഇത്തരക്കാർക്ക് കനത്ത മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി, തിയേറ്റർ ആർട്ടിസ്റ്റുമായ ശൈലജ പി അമ്പു. മുന്നിൽ മരിച്ചു കിടക്കുന്നത് സ്വന്തം ജീവൻ തന്നെയാകുമ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയോ മുന്നിൽ വന്നു നിന്നാലും അവരത് അറിഞ്ഞുകൊള്ളണമെന്നില്ലെന്ന് ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു. കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഒരു വെച്ചുകെട്ടലുകളുമില്ലാതെ രണ്ട് സെലിബ്രിറ്റി ആണുങ്ങൾ സ്വന്തം അച്ഛനു മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു. അയ്യേ, ആണുങ്ങൾ കരയുമോ? ആണുങ്ങൾ കരയും. മനുഷ്യർ ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ മനുഷ്യരായിരിക്കുവാനാണ് ശ്രീനിവാസനെ വരെ വളർത്തിയതെന്നാണ് ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചത്. ശൈലജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മുന്നിൽ മരിച്ചു കിടക്കുന്നത് സ്വന്തം ജീവൻ തന്നെയാകുമ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയോ മുന്നിൽ വന്നു നിന്നാലും അവരത് അറിഞ്ഞുകൊള്ളണമെന്ന് പോലുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തോട് ചേർന്ന് നിന്ന മനുഷ്യരെ അവർ കെട്ടിപ്പിടിക്കും, പൊട്ടിക്കരയും. അതാണ് അവർ സത്യൻ അന്തിക്കാടിനൊപ്പം നിൽക്കുമ്പോൾ കണ്ടത്. പുരുഷത്വത്തിന്റെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വെച്ചുകെട്ടലുകളും ഇല്ലാതെ രണ്ട് സെലിബ്രിറ്റി ആണുങ്ങൾ സ്വന്തം അച്ഛനു മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു. അയ്യേ, ആണുങ്ങൾ കരയുമോ? ആണുങ്ങൾ കരയും. മനുഷ്യർ ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ മനുഷ്യരായിരിക്കുവാനാണ് ശ്രീനിവാസൻ അവരെ വളർത്തിയത്. വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണങ്ങളൊക്കെ ഉയർന്നുണ്ട്. ഇത്തരത്തിൽ സതീഷ് കുമാർ മഞ്ചാടി എന്നൊരു ആൾ പ്രതികരിക്കുന്നത്: കൂടെയുള്ളപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ധൈര്യമില്ലാതെ പോകുന്ന ആയിരക്കണക്കിന് ആൺമക്കളുടെ പ്രതിനിധിയായിരുന്ന ആ ചില്ലുകൂടിനരികിലിരിക്കുന്ന ധ്യാനിലൂടെ കാണാൻ കഴിഞ്ഞത്. അച്ഛനെ കൈപിടിച്ച് നടന്ന, അച്ഛന്റെ നെഞ്ചിൽ മാത്രം ഉറങ്ങിയിരുന്ന ബാല്യത്തിൽ നിന്ന് അച്ഛന്റെ മുഖത്ത് നോക്കാൻ പോലും മടിക്കുന്ന യൗവനത്തിലേക്കുള്ള ദൂരം വലുതാണ്. ആ ദൂരത്തിനിടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാണ് ആ സ്നേഹപ്രകടനങ്ങൾ. പലരും ചോദിക്കാറുണ്ട്, ജീവിച്ചിരുന്നപ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം മരിച്ചിട്ട് കരഞ്ഞു തീർത്തത് എന്തിനാണെന്ന്. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നതാണ്. പലപ്പോഴും സ്വന്തം പരാജയങ്ങളാകും മക്കളെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. അച്ഛന്റെ പ്രതീക്ഷയ്ക്കൊത്ത് താൻ ഉയർന്നില്ലെന്ന കുറ്റബോധം, കുടുംബത്തിലെ മറ്റു മക്കളില്ലെങ്കിൽ ചേട്ടന്മാർ വിജയങ്ങൾ കൊണ്ട് അച്ഛൻ അഭിമാനമാകുമ്പോൾ താൻ മാത്രം അച്ഛനൊരു ബാധ്യതയാണോ എന്ന ചിന്ത. ഞാനൊന്ന് വിജയിക്കട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീരട്ടെ എന്നിട്ട് അച്ഛന്റെ മുന്നിൽ തലയുയർത്തി പിടിച്ചു ചെല്ലാം. ആ നെഞ്ചിൽ ധൈര്യത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് ഓരോ മകനും സ്വപ്നം കാണും. ഒരിക്കൽ ഒരു പരിപാടിക്കിടെ ധ്യാൻ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞാൻ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അച്ഛനാണ്. അയാൾ കഴിഞ്ഞ് എനിക്ക് എന്തുമുള്ളൂ. പക്ഷേ അത് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാനോ ആ സ്നേഹം ഒരു മുത്തമായി നൽകാനോ അവന് സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. പല ആൺകുട്ടികൾക്കും അത് സാധിക്കാറില്ല. ആ സ്നേഹത്തിന്റെ ഉദാഹരണമാണ് അച്ഛന് രോഗം ബാധിച്ചപ്പോൾ മുതൽ അച്ഛൻ നടത്തിയ ആ 75 സെന്റിലെ ജൈവ കൃഷിയും ആവാസ വ്യവസ്ഥയും നോക്കി നടത്താൻ ധ്യാൻ എന്ന മകനാണ്. നാളെയാകാം, അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാമെന്ന് കരുതി അവൻ ആ സ്നേഹപ്രകടനം മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കാലമൊന്നും കാത്തു നിൽക്കില്ലല്ലോ. ഒടുവിൽ പെട്ടെന്നൊരു ദിവസം ഒരു യാത്രാ ചെല്ലൽ പോലും ഇല്ലാതെ അച്ഛനങ്ങ് പോകും. ആഗ്രഹിച്ച വിജയം കൈവരിച്ചാലും അത് കാണാൻ അച്ഛനുണ്ടാകില്ല. ജീവിച്ചിരുന്നപ്പോൾ മനസ്സുകൊണ്ടുണ്ടായ അകലം മരിച്ചപ്പോൾ ഒരു ചില്ലുകൂടിന്റെ രൂപത്തിൽ അവർക്കിടയിൽ ശാശ്വതമായിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ നോവാണ് ധ്യാനിന്റെ ഒപ്പം അവനെ പോലുള്ള ആയിരക്കണക്കിന് ആൺമക്കളുടെയും കണ്ണീർ. ഇനി അരുൺ പുനലൂർ എന്ന് പറയുന്ന ഒരാളും ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഈ മരണ വാർത്തയുടെ വിഷ്വൽസ് വന്നു തുടങ്ങിയത് മുതൽ ഈ 4 പേരെ മാത്രമാണ് ഞാൻ കണ്ടത്. ശ്രീനിയേട്ടന് വയ്യാതായ നാൾ മുതലുള്ള എല്ലാ യാത്രകളിലും ഒപ്പം വിമല ടീച്ചറും ഉണ്ടായിരുന്നു. എവിടെ ചെന്നാലും ചുറ്റിനും കൂടുന്ന മൊബൈൽ ക്യാമറകൾക്കും ചോദ്യങ്ങൾക്കും മുന്നിൽ ഉത്തരം പറഞ്ഞു അദ്ദേഹത്തിന്റെ താങ്ങും തണലുമായി ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന അതേ കരുതലോടെ അവർ ശ്രീനിയേട്ടനൊപ്പം സഞ്ചരിച്ചു. വിനീത് സ്വതവേ ശാന്ത സ്വഭാവവും പണ്ടേയുള്ള വിനയവും കണ്ട് അച്ഛന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ധ്യാൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് അയാൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് പലവട്ടം ആശയപരമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിപ്പോയ കഥയൊക്കെ ഇന്റർവ്യൂ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിൽ ചോരത്തിളപ്പിൽ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും മാതാപിതാക്കളോട് പല രീതിയിൽ കലഹിച്ചിട്ടുണ്ടാകാം. എനിക്കിത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീട്ടുകാരോടുള്ള വഴക്കും വീട്ടിൽ കയറാതെയുള്ള നടപ്പും നാട് വിട്ടു പോക്കുമൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ പിൽക്കാലത്ത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്ത് അച്ഛനെയും അമ്മയും ഒക്കെ വിഷമിപ്പിച്ചതിൽ ചെറുതല്ലാത്ത കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ധ്യാനിനെ ചിന്തിച്ചു നോക്കുമ്പോൾ അയാൾ കുറച്ചു കാലമായി ഇതൊക്കെ തിരിച്ചറിഞ്ഞു. അച്ഛനോടുള്ള വഴക്കൊക്കെ വിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്ന് മനസ്സിലാകും. ഞാൻ മുകളിൽ പറഞ്ഞ കുറ്റബോധവും അച്ഛനെ സ്നേഹിക്കേണ്ട ഒരു ദീർഘകാലം അതിന് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടവും ഒക്കെ കൊണ്ടാകാം
നിഷ്കളങ്കമായ മനസ്സുമായി അയാൾ വാവിട്ട് കറങ്ങത്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. വേണ്ട സമയത്ത് പലർക്കും കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും കൊടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം അവരില്ലാതായി കഴിയുമ്പോൾ നമ്മളെ വേട്ടയാടും. അപ്പനും അമ്മയും വിട്ടുപോയാൽ കരയാതെ പിടിച്ചു നിന്നിട്ട് തനിച്ചാകുമ്പോൾ വലിയ വായിൽ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അടുപ്പമുള്ള പലരും ഫോണിലൂടെയോ അപ്പനും അമ്മയോടും ചൂടാകുന്ന കാണുമ്പോൾ ഞാൻ അവരെ പറഞ്ഞു തിരുത്താറുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാകില്ല, അവരില്ലാതായി കഴിയുമ്പോഴേ എവിടെയൊക്കെ ആ ശൂന്യത നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് ഭാര്യയും മക്കളും കഴിഞ്ഞാൽ ഏറ്റവും വേദന കടിച്ചു പിടിച്ച് അവിടെ നിന്നത് സത്യേട്ടനാണ്. എത്രയോ വർഷം നീണ്ട സൗഹൃദം, മദ്രാസ് മുതൽ ഒരുമിച്ച് കൂടി ചെയ്ത എത്രയേറെ സിനിമകൾ, യാത്രകൾ, ചർച്ചകൾ, കൂടിച്ചേരലുകൾ, സംസാരങ്ങൾ. ആ സൗഹൃദം എത്രമേൽ ആഴത്തിൽ അവർ പങ്കുവച്ചിരുന്നു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. അത് ആ മനുഷ്യന്റെ നിറഞ്ഞ കണ്ണുകളിലുണ്ട്. ചില മരണങ്ങൾ നമ്മളെ എവിടെയും തൊടാതെ കടന്നുപോകും. ചിലത് കണ്ണൊന്ന് നനച്ച് ഹൃദയത്തിൽ ഒരു പോറൽ കോറിയും എന്നാണ് ആ കുറിപ്പ്. മുഖ്യമന്ത്രിയെ കണ്ട് ധ്യാൻ ബഹുമാനിച്ചില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനമൊക്കെ. ധ്യാൻ കുറച്ചൊക്കെ മര്യാദ കാണിക്കണം. കേരളത്തിൽ മുഖ്യമന്ത്രിയാണ് വന്നത്, ഒന്ന് എണീക്കാമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യൻ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയാണ് കമന്റുകളായി ഉയർന്നത്. എന്നാൽ ഇത്തരം ബാലിശമായ അഭിപ്രായങ്ങളാണ് ഭൂരിഭാഗം പേരും തള്ളിക്കളയുന്നത്. സ്വന്തം അച്ഛനാണ് ആ മരിച്ചു കിടക്കുന്നത്. ആ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ആര് വന്നാലും എഴുന്നേൽക്കേണ്ടതില്ലെന്നും അഭിപ്രായങ്ങൾ വന്നു. ഇങ്ങേരുടെ ആളുകളെ അന്തം കമ്മി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ഈ കമന്റ്സ് വായിച്ചാൽ തന്നെ ബോധ്യമാകും. അച്ഛൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന ധ്യാൻ മുഖ്യൻ വന്നപ്പോൾ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞാണ് ഇവറ്റകളുടെ കരച്ചിൽ. ഇതാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ഛന്റെ മരണം ധ്യാനിന് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ്. 69 വയസ്സിലാണ് ശ്രീനിവാസൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെ നാളായി സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം.